നമസ്കാരം. ഇന്ത്യൻ ടീം വളരെ പ്രതീക്ഷയോടെ കാണുന്ന താരമാണ് യശസ്വി ജയ്സ്വാൾ. ഇടം കയ്യൻ ഓപ്പണർ ഇതിനോടകം തന്നെ തന്റെ മികവ് തെളിയിച്ചിട്ടുമുണ്ട്. ഇന്ത്യക്കായും IPL-ലും തകർപ്പൻ പ്രകടനം നടത്തുന്ന ജയ്സ്വാൾ അടുത്ത സൂപ്പർ ഹീറോസിൽ ഒരാളായി ഇതിനോടകം തന്നെ പേരെടുത്തു കഴിഞ്ഞു. ഓസ്ട്രേലിയയിലടക്കം കളിച്ച് ടെസ്റ്റിലടക്കം മികവ് കാട്ടാൻ ജയ്സ്വാളിന് സാധിച്ചിരിക്കുകയാണ്. IPL-ൽ രാജസ്ഥാൻ റോയൽസിന്റെ ഹീറോയാണ് ജയ്സ്വാൾ. എന്നാൽ സമീപകാലത്തായി ജയ്സ്വാളിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. താരത്തെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ഇതാ ചില വിവാദങ്ങളും ഉടലെടുത്തിരിക്കുകയാണ്. ഇത് ജയ്സ്വാളിന്റെ പ്രകടനത്തെയും സാരമായി ബാധിക്കുന്നതാണ്. ജയ്സ്വാൾ ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈയുടെ താരമാണ്. എന്നാൽ ഇപ്പോൾ ജയ്സ്വാൾ മുംബൈ വിടാൻ താല്പര്യം അറിയിച്ചിരിക്കുകയാണ്. ഗോവൻ ടീമിനായി കളിക്കാനായി NOC നൽകണമെന്നാവശ്യപ്പെട്ട ജയ്സ്വാൾ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ പല റിപ്പോർട്ടുകളും പുറത്തു വന്നു. ജയ്സ്വാൾ മുംബൈ വിടാനുള്ള പ്രധാന കാരണം അച്ചടക്കമില്ലാത്തതിന് ടീം ശിക്ഷിച്ചതാണ് എന്നാണ് ഏറ്റവും പുതിയ വിവരം. ടീം നായകനായ അജിൻക്യ രഹാനെയുടെ കിറ്റിൽ ജയ്സ്വാൾ ചവിട്ടുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നാണ് വിവരങ്ങളുള്ളത്. ജയ്സ്വാൾ ഇന്ത്യയുടെ സൂപ്പർ താരമാണെന്ന ധാരണയിലേക്ക് താരം എത്തി എന്ന തോന്നലാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന ആക്ഷേപവും ഇതിനോടകം തന്നെ ശക്തമായി വന്നു കഴിഞ്ഞു. യശസ്വി ജയ്സ്വാൾ അണ്ടർ-19 ക്രിക്കറ്റിലൂടെ വളർന്ന് ഇന്ന് ഇന്ത്യൻ ടീമിന്റെ യുവ സൂപ്പർ താരമായി മാറിയ താരമാണ്. സ്ഥിരതയോടെ കളിക്കാൻ കഴിവുള്ള താരം, മികച്ച സാങ്കേതികത കൊണ്ടും വിസ്മയിപ്പിക്കുന്ന താരം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ജയ്സ്വാൾ നായകസ്ഥാനം നോട്ടമിട്ടിട്ടുണ്ട് എന്നും ഇത് ലഭിക്കാത്തതിൽ നിരാശയുണ്ട് എന്നുമാണ് വിവരം. മുംബൈ ക്രിക്കറ്റ് ടീമിന്റെ നായകസ്ഥാനം ജയ്സ്വാൾ ആഗ്രഹിച്ചെങ്കിലും ലഭിച്ചില്ല. കൂടാതെ ഇന്ത്യൻ ടീമിലെ യുവ ഹീറോ എന്ന പരിഗണന ജയ്സ്വാളിന് മുംബൈ ടീമിൽ ലഭിച്ചിട്ടില്ല. ഇതെല്ലാം മുംബൈ ടീമിൽ നിന്ന് മാറാൻ ജയ്സ്വാളിനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. മുംബൈ ടീമിൽ കളിക്കവേ നായകനായ രഹാനയുടെ വാക്കുകൾ അവഗണിച്ചതാണ് ഫീൽഡിങ്ങിൽ നിന്ന് പുറത്താക്കാൻ കാരണമാക്കി മാറ്റിയിരുന്നത്. ഗോവൻ ടീമിലേക്ക് എത്തിയാൽ നായകസ്ഥാനം കിട്ടുമെന്നാണ് ജയ്സ്വാളിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ മുംബൈ ടീമിൽ അച്ചടക്കം കാട്ടാത്ത ജയ്സ്വാൾ ഇതിനോടകം തന്നെ കണ്ണിലെ കരടായി മാറിയിട്ടുണ്ട്. താരത്തിന്റെ തീരുമാനം സ്വയം കുഴിതോണ്ടലായി മാറുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. യശസ്വി ജയ്സ്വാൾ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ സ്ഥാനവും നോട്ടമിടുന്നുണ്ട് എന്നാണ് ഇതിന് പുറമെ വരുന്ന സംസാരം. ഇത്തവണ സഞ്ജു സാംസന് പരിക്കേറ്റതിനെ തുടർന്ന് ആദ്യത്തെ 3 മത്സരത്തിൽ ആരാകും രാജസ്ഥാനെ നയിക്കുക എന്നത് വലിയ ചോദ്യമായിരുന്നു. ഈ സമയത്ത് റിയാൻ പരാഗിനൊപ്പം യശസ്വി ജയ്സ്വാളിന്റെ പേരും ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ ജയ്സ്വാളിനെ മറികടന്ന് പരാഗ് രാജസ്ഥാന്റെ നായകനായി മാറുകയായിരുന്നു. ഇതിൽ ജയ്സ്വാളിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ടീമിന്റെ അടുത്ത വൃത്തങ്ങളായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചത്. ജയ്സ്വാൾ രാജസ്ഥാനിൽ ഇപ്പോൾ അതൃപ്തനാണെന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട്. ജയ്സ്വാളിന്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം മോശമാണ്. ഈ ഒരു സീസണിൽ കളിച്ച 3 മത്സരത്തിലും ജയ്സ്വാൾ ഫ്ലോപ്പുമായി മാറിയിട്ടുണ്ട്. താരത്തിന്റെ മോശം പ്രകടനം രാജസ്ഥാനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. എന്തായാലും ജയ്സ്വാളിന്റെ നിലവിലെ സമീപനം താരത്തെ അപകടത്തിലാക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഗൗതം ഗംഭീർ പരിശീലകനായിരിക്കുന്ന ടീമിൽ, അതായത് ഇന്ത്യൻ ടീമിൽ യശസ്വി ജയ്സ്വാളിന്റെ ഈ ഒരു സമീപനം നടക്കില്ല എന്നുറപ്പാണ്. ജയ്സ്വാൾ ഇതേ സമീപനം തുടർന്നാൽ യുവ സൂപ്പർ താരമാണെന്ന് നോക്കാതെ ഗംഭീർ പുറത്താക്കുമെന്ന് ഉറപ്പാണ്. വലിയ പ്രതീക്ഷയോടെ എല്ലാവരും കാണുന്ന ജയ്സ്വാൾ അടുത്ത വിനോദ് കാംബ്ലിയാകുമോ എന്ന ആശങ്കയുമുണ്ട് എല്ലാവർക്കും. എന്തായാലും നിലവിലെ വിവാദങ്ങൾ ജയ്സ്വാളിന്റെ കരിയറിന് നെഗറ്റീവ് ഇമ്പാക്ട് തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല.